എന്ത് പറ്റി മിഥുനേട്ടാ? അയ്യോ അയ്യോ മോനെ, ഇത് നിന്റെ കാലിൽ ബ്ലഡ് വരുന്നുണ്ട്. വിവേകേട്ടാ പ്രേതമാണെന്ന് കരുതിയോ? അല്ല വിവേകേട്ടാ, അത് ശാലിനി ചേച്ചിയാ. എന്ത് അവതാര ശാലിനി ഇത്? സൗന്ദര്യം കൂടാൻ വേണ്ടി ഫേസ് കൂളാവാനുള്ള സാൻഡൽ പാക്കാ വിവേക്. ആഹാ, ഇതാരാ? സുഖാണോ മോനെ? ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ആന്റി. ദേ ഇപ്പോ ശാലിനിയുടെ മുഖം കണ്ടതും ചെറിയ കുഴപ്പങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല നേരത്താ ഇവക്ക് ഇത് വാരി പൂശാൻ തോന്നിയ. അകത്തേക്ക് വാ മോനെ, കേറി വാ. വാടാ. ഇരിക്കും മോനെ. എന്ത് പറയാനാ, കല്യാണപ്രായല്ലേ മോനെ. വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യത്തിനൊരു തിളക്കമൊക്കെ വെപ്പിക്കണ്ടേ? പിന്നെ വേണ്ടേ, ഇളക്കിയും ഇളക്കി എടുത്താലല്ലേ നല്ല ചെറുക്കന്മാരെ കിട്ടും. അത് ശരിയാ മോനെ. അതെ അതെ. എന്താ വിവേകേട്ടാ, ചാരു ചേച്ചിയെ കണ്ട് ഞെട്ടുന്നത് എന്തിനാ? ചിലരെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും മോനെ. മുഖത്തൊന്നും വാരി പൂശിയില്ലെങ്കിലും കണ്ട പ്രേതത്തെക്കാളും കഷ്ടം. ശാലു, ഇതും തേച്ചോണ്ട് ഇനി കുറച്ചു നേരം കൂടെ നിന്നാലേ തിളക്കം കൂടി കണ്ണ് ചിമ്പി പോകും. പിന്നെ ആൾക്കാർക്ക് നിന്റെ മോന്ത കാണാൻ പറ്റിയെന്ന് വരില്ല. ചെന്ന് കഴുകിയിട്ട് വാ മോളെ. ശരി മമ്മി. വിവേക്, ഒരു മിനിറ്റ് നിക്കട്ടോ. ദേ പോയി ദാ വരാം. പോയേക്കല്ലേ? ചെല്ല് ചെല്ല്. രൂപയുടെ ശാലു ശാലു ശാലു, വിവേകിന്റെ മുമ്പില് നീ കുറച്ച് വിവേകത്തോടെ പെരുമാറണം. എങ്ങനെയെങ്കിലും അവനെ വലയിലാക്കാൻ നോക്കടി പെണ്ണേ. മമ്മി, മിഥുന്റെ ജാതകം അപകടം പിടിച്ചതാന്ന് അറിഞ്ഞപ്പോ തൊട്ടേ ഞാനും എന്റെ കാലൊന്ന് മാറ്റി ചവിട്ടാൻ തീരുമാനിച്ചിരിക്കാം. എന്റെ നോട്ടിപ്പോ വിവേകിനെ തന്നെയാണ് മമ്മി. ഇപ്പോഴാടി നീ എന്റെ മോളായത്. എന്റെ ചക്കരക്കുടം, ഇനിയെങ്കിലും നല്ല ബുദ്ധിയോടെ പെരുമാറാൻ നോക്കണം കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് വരണേ. ശരി മമ്മി. എടാ കശുവണ്ടി, നിനക്കെന്നെ കണ്ടിട്ട് ഭൂതമാണെന്ന് തോന്നിയല്ലേ? അതിലെന്താ സംശയം? അതും വെറും ഭൂതമല്ല, അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിലെ ഭൂതം. മുടി വടിച്ചിട്ടൊന്ന് കണ്ണാടി പോയി നോക്കിയാ മതി. നിന്നെ ഞാൻ ആന്റി, എനിക്കൊരു കോഫി വേണേ. വിവേക്, വിവേകിനുള്ള കോഫി ഞാൻ ഉണ്ടാക്കി തരാട്ടോ. അവിടെ ഇരിക്കേ. ശരി ശാലു, നിന്റെ കൈക്കൊണ്ടൊരു കോഫി ഉണ്ടാക്കി തന്നാലേ ഞാനത് അമൃത് പോലെ കുടിക്കും. ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുപോവാ. മിഥുനേട്ടാ, നല്ല വേദന ഉണ്ടെങ്കിൽ എന്നെ താഴെ ഇറക്കി വിട്ടേക്ക്. നമുക്ക് ഈ വ്രതവും പൂജയും ഒക്കെ പിന്നീട് ഒരിക്കലാവാം. അത് പറ്റില്ല മേഘനെ. പ്രദക്ഷിണം മുടങ്ങിയാൽ അത് വലിയ ആപത്താകും. വഴിപാട് നേർന്നിട്ട് പകുതിക്ക് വെച്ച് നിർത്തിയ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബജീവിതത്തിനാ കേട്. അതുകൊണ്ടല്ല അച്ഛമ്മേ, മിഥുനേട്ടൻ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ശരിയാണ് മിഥുൻ, ഈ വ്രതവും പൂജയൊക്കെ എപ്പോ വേണമെങ്കിലും ആവാലോ. വയ്യാത്ത കാലം കൊണ്ട് ഈ പ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് ആരെ ബോധിപ്പിക്കാനാ? ശരിയാണ് മിഥുനേട്ടാ, ദയവ് ചെയ്ത് എന്നെ താഴെ ഇറക്കി വിട്. അത് വേണ്ട മേഘനെ. അച്ഛമ്മ അത് ആപത്താണെന്നല്ലേ പറഞ്ഞേ. പകുതിക്ക് വെച്ച് നിർത്തണ്ട. എല്ലാം അറിഞ്ഞു വെച്ചോണ്ടല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പൊ എല്ലാം സഹിച്ച് ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കണം. അതെ, അവസാനത്തെ ചുറ്റ പൂർത്തിയാക്കാൻ പറ്റുമോ? ഞങ്ങളിത് ചെയ്തോളാം തിരുമേനെ. വേണ്ട മിഥുനേട്ടാ.
മിഥുന്റെ മനസ്സിലിരിപ്പ് എന്താ? ഈ വ്രതം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് മേഘനയോടൊപ്പം ജീവിതം തുടരാനുള്ള തീരുമാനമാണോ? തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടിയല്ലേ ഈ പൂജ തന്നെ? അപ്പൊ അവൻ ആഗ്രഹിക്കുന്നതും അതാണോ? മിഥുനേട്ടാ, നമുക്ക് മതിയാക്കാം. ഞാൻ പറയുന്നത് കേക്ക് മിഥുനേട്ടാ. മിഥുനേട്ടാ, പ്ലീസ് മിഥുനേട്ടാ. പരമേശ്വര കടാക്ഷ പ്രാപ്തിരസ്തു, സകല ആയുരാരോഗ്യ പ്രാപ്തിരസ്തു. മിഥുനേട്ടാ, മിഥുനേട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കെ. അവിടെ ഇരുന്നു. മേഘനെ, എനിക്കൊന്നുമില്ല. നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. മിഥുൻ, മിഥുൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ വ്രതം ഇപ്പൊ പൂർത്തിയാക്കിയില്ലെന്ന് വെച്ചാൽ ആർക്ക് എന്ത് പറ്റാനാ? വാശിയൊക്കെ നല്ലത് തന്നെയാ. ഇത് ശുദ്ധ മണ്ടത്തരാണ് കേട്ടോ. സ്വന്തം ഭർത്താവിനോട് എന്ന പോലെയല്ലേ മഞ്ജരി അവനോട് കത്ത് കയറുന്നേ? അവളുടെ ഈ അതിസ്വാതന്ത്ര്യം മേഘനയ്ക്ക് സംശയം ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ നീരജിന് സംശയമുണ്ട്. അവക്ക് വായടച്ച് നിൽക്കാനുള്ളതിന്. മഞ്ജരി, എനിക്കൊരു കുഴപ്പമില്ല, നീ പേടിക്കാതിരിക്കേ. മിഥുനും മഞ്ജരിക്കും ഇടയിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അതെന്താന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. അവരുടെ ഈ അവിഹിത ബന്ധം എല്ലാരും അറിയണം. അതെ, നിങ്ങൾ കുറച്ച് സമയം വിശ്രമിച്ചോളൂ. ഞാൻ അപ്പോഴേക്കും പൂജയ്ക്കുള്ളതെല്ലാം ഒരുക്കട്ടെ. ആയിക്കോട്ടെ തിരുമേനെ. വിവേക്, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇതുവരെ മുഖത്തോട്ട് നോക്കാനെങ്കിലും പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോ എന്നുവെച്ചാ കൊള്ളില്ലെന്നാണോ? ചേടാ, എല്ലാം അങ്ങനെ തുറന്നു പറയാൻ പറ്റൂ? സ്വയം അങ്ങ് മനസ്സിലാക്കണം. സാരില്ല, പോട്ടെ. അതിനെ കുറിച്ച് ഇപ്പൊ എന്തിനാ ഡിസ്കഷൻ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ലോങ് ഡ്രൈവിന് പോയാലോ? ഇന്ന് ഞാൻ കുറച്ച് ബിസിയാ ശാലിനി. നമുക്ക് നാളെ പോയാലോ? ശരി, എന്നാ കാപ്പി ചോദിച്ചില്ലായിരുന്നോ? ഇപ്പൊ ഇട്ടോണ്ട് വരാട്ടോ. ഇതെന്താ, ലോങ് ഡ്രൈവിന് കൂട്ടിക്കൊണ്ടുപോയി വിവേകിനെ വശീകരിക്കാനുള്ള പോക്കാണല്ലോ. ഇത് മുടയിലെ നുള്ളിക്കളയണം. ഓം ശ്രീമൻ മഹാഗണാധിപതിയെ നമഃ. ഓം ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. അഗജാനന പദ്മാത്മം ഗജാനനഹർനിശവനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. പ്രണോ ദേവി സരസ്വതി വാജേ വിർവാജിനിവതി ദേനാമവിത്രിയവതു. മഹാസരസ്വത്യേ നമോ നമഃ. സരസ്വതീ നമോ. ഇവൻ എന്റെ കൂടെയുള്ളപ്പോ ഞാൻ മതിയെന്ന് പറയും. പക്ഷെ മേഘനയെ കണ്ട മാത്രയിൽ അവളാണ് അവന്റെ ലോകം എന്ന രീതിയിലെ പെരുമാറുക. ഇവന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയാ മനസ്സിലാക്കുക? ഇങ്ങനെ പൂജയും ഉപവാസമായിട്ട് ഇവരുടെ ബന്ധം ബലപ്പെട്ടു പോയാ പിന്നെ എന്റെ പഞ്ചാര പാലുമിഠായേ എനിക്ക് കിട്ടില്ല. ഇതെങ്ങനെയെങ്കിലും കൊളവാക്കണല്ലോ. ഇനി നിങ്ങള് പരസ്പരം ഇത് കെട്ടിക്കൊടുക്കുക. മഞ്ജരി, എപ്പോഴും ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാണ്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് കൂളായിട്ട് പെരുമാറാൻ ശ്രമിച്ചുകൂടെ? നീരജ്, ദൈവത്തെ പട്ടുടുപ്പിക്കുന്ന നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എന്തിനിവിടെ നിൽക്കണം?
നമുക്ക് പോകാം വാ. ഇവരെ തനിച്ചാക്കിയിട്ട് പോകുന്നത് മോശമല്ലേ? നമ്മുടെ പൂജ അവർ രണ്ടുപേരും കൂടിയല്ലേ നടത്തി തന്നേ. അപ്പോ അവര് പൂജ ചെയ്യുമ്പോ നമ്മളെ ഇടയ്ക്ക് വെച്ച് പോകാൻ പാടുണ്ടോ? അവിടെ ഇപ്പൊ പൂജ ചെയ്തോണ്ടിരിക്കുന്നത് അന്യരാരുമല്ലോ മഞ്ജരി, നിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഇനി ഭാര്യയ്ക്ക് ചന്ദനം പുരട്ടി കൊടുക്കണം. ओम श्री महालक्ष्मी देवताभ्यो नमः। ओम प्रकृत्यै नमः। ओम विकृत्यै नमः। ओम श्री महालक्ष्मी देव्यै नमः। ओम महासरस्वत्यै नमः। ओम पार्वत्यै नमः। कर्पूर परिमलशोभितमङ्गलनीराजनं राजाधिराजायस्तसयसाहिने नमो वयं वै श्रवणाय कुर्महे समे कामान् कामकामाय मह्यं कामेश्वरो वै श्रवणो ददातु श्रेयकान्ताय कल्याणनिधेर्दिनां श्रीवेङ्कटनिवासाय श्रीनिवासाय मङ्गलम्. എന്തായാലും നിങ്ങളുടെ പൂജകളെല്ലാം സമ്പന്നമായിരിക്കുകയാണ്. ഈ വിശേഷാൽ പൂജയുടെ എല്ലാ അനുഗ്രഹങ്ങളും സന്തുഷ്ടമായൊരു കുടുംബം എന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾക്ക് സന്തോഷമായി തിരുമേനി. അങ്ങനെ ഇന്നത്തോടെ എന്റെ വഴിപാടും പൂർത്തിയായിരിക്കുന്നു. മോളെ മേഘനെ, നിങ്ങളുടെ കുടുംബജീവിതം എന്നും സന്തോഷം നിറഞ്ഞതാവട്ടെ. ഇനി ഒരു ദുഷ്ടശക്തിയും നിങ്ങൾക്കിടയിലേക്ക് കടക്കില്ല. അച്ഛമ്മേ, എന്റെയും മഞ്ജരിയുടെയും കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്കിവിടെ ഇതുപോലൊരു പൂജ നടത്തണം. അതിനെന്താ മോനെ, അപ്പൊ നിങ്ങൾക്ക് ഇവരെ പോലെ തന്നെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം കിട്ടും. എന്നാ ശരി മാങ്ങാണ്ടി, ഞാനങ്ങ് ഇറങ്ങും കേട്ടോ. പൊയ്ക്കോ, പക്ഷെ നാളെ ശാലിനിയുടെ കൂടെയുള്ള ലോങ് ഡ്രൈവ് വേണ്ട, പറഞ്ഞേക്കാം. ശാലുവിന്റെ കൂടെ ഞാൻ പോയാ നിനക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിനക്കുണ്ട്. എനിക്കോ? അതെന്താണാവോ? അവളെ നീ കൂട്ടിക്കൊണ്ടു പോയാ പോകുന്ന വഴി നീളെ വായലച്ചോണ്ടിരിക്കും. കണ്ടതെല്ലാം ചോദിച്ച് മേടിക്കുകയും ചെയ്യും. അതുമല്ല, നിന്റെ മേത്ത് മുട്ടിയൊരുമി ഡിസ്റ്റർബ് ചെയ്യും. പെണ്ണുങ്ങൾ ചെറുക്കന്മാരുടെ മേല് വീണ് കളിച്ചാൽ അതൊരു സുഖല്ലേ? കൊള്ളാലോ, പെമ്പിള്ളാരെ മേത്ത് വന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ശാലുവിനെ പോലെ സുന്ദരിയായൊരു പെണ്ണ് മേത്തോട്ട് വീണ ഏത് ചെറുക്കനെ വേണ്ടെന്ന് പറയാം മോളെ? കണ്ടോ കണ്ടോ, ചുമ്മാ എന്റെ മുമ്പിൽ നിന്ന് ശാലു ശാലു എന്ന് പറഞ്ഞ അവളുടെ അഴകിനെ കുറിച്ച് വർണ്ണിക്കരുത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതിനെയാണ് അസൂയ, ഈർഷ്യ, ജലസി എന്നൊക്കെ പറയാം. മനസ്സിലായ? എനിക്ക് ആരോടെ ഒരു ജലസിയുമില്ല. ഓ, അത് ശരി. എന്നാലേ ഞാനും ശാലു എങ്ങോട്ടെങ്കിലും പോട്ടെ, അതും ചോദിച്ചോണ്ട് വരരുത്. ഞാൻ ചോദിക്കും. ചോദിച്ചാലിപ്പോ എന്താ? നീ ആ ശാലിനിയുടെ കൂടെ പോവാൻ പാടില്ല. പോയാ ഞാൻ നിന്നെ ശരിപ്പെടുത്തും. കേട്ടോടാ കശുവണ്ടി, കേട്ടോടാ. ഹലോ, നെഞ്ചത്ത് കിടന്ന് സൂയിക്കാതെ അങ്ങോട്ട് മാറി നിൽക്ക്. എന്താണ് എന്റെ നെഞ്ചത്ത് കിടക്കാൻ അത്ര ഇഷ്ട? അയ്യോടാ, ഇവൻ ആര് കാമദേവനോ? നിന്റെ സൗന്ദര്യം കണ്ട് മെയ് മറന്ന് നെഞ്ചത്തോട്ട് വന്ന് വീടാനായിട്ട്. പിന്നെ അല്ല മോളെ, ഈ വിവേകേട്ടന്റെ മുന്നില് നീ അടപടലം വീണെന്നൊന്ന് സമ്മതിക്ക്. അത്രയ്ക്ക് സീനൊന്നും ഇവിടെ ഇല്ല. നീ ഇവിടുന്ന് പോവാൻ നോക്കടാ. എനിക്കറിയാടി ചാരു, കള്ളിയെല്ലാം മനസ്സിൽ വെച്ചോണ്ടിരിക്ക. അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി പാടുപെടുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് അത്രയ്ക്ക് വലിയ സീനൊന്നും ഇല്ലാന്ന്. എടാ കശുവണ്ടി പോന്തേ, പോവാൻ നോക്ക് ഇവിടുന്ന്. ഓക്കേ, ബൈ. നാളെ ശാലിനി വിവേകിനൊപ്പം പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കണമല്ലോ.
മിഥുൻ അവിടെ നിന്നേ. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് എന്ത് മനസ്സിലായില്ലെന്ന? മേഘനയുടെ കാര്യം തന്നെ. അവളോടൊപ്പം ജീവിതകാലം ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അതോ ഇനി അവളാണ് നിന്റെ ലൈഫ് പാർട്ട്ണർ എന്ന് ഡിസൈഡ് ചെയ്തോ? നീ എന്തൊക്കെയാ പറയുന്ന മഞ്ജരി? അവളോടൊപ്പം ജീവിക്കാൻ പോവാന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിന്റെ പ്രവൃത്തികളിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? ഇപ്പൊ നടത്തിയ പൂജയൊക്കെ എന്തായിരുന്നു? കാലിൽ കുപ്പിച്ചില് കൊണ്ട് കയറിയിട്ട് നിർത്താണ്ട് വളരെ ചിട്ടയോടെയല്ലേ അത് പൂർത്തിയാക്കിയത്? അതിന്റെ അർത്ഥം എന്താടാ? മേഘനയോടൊപ്പം എന്നേക്കുമായി ഒരു ജീവിതം പടുത്തുയർത്താൻ അത്രയേറെ നീ കൊതിക്കുന്നത് കൊണ്ടല്ലേ അത്? എല്ലാം നീ കണ്ടോണ്ടിരിക്കല്ലേ മഞ്ജരി? രക്ഷപ്പെടാൻ എനിക്ക് പഴുതുകളൊന്നുമില്ലായിരുന്നു. അല്ല മിഥുൻ, ഓരോന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മേഘനെ വേണമെന്ന് എനിക്കിപ്പോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഒഴിവാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ജരി, ഞാൻ ഇനി എങ്ങനെ പറഞ്ഞാലാ നിനക്ക് മനസ്സിലാവുക? ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഞാൻ നീരജിനോട് ചെന്ന എല്ലാം തുറന്നു പറഞ്ഞേക്കാം. എന്താന്ന് പറയും? നീയും ഞാനും സ്നേഹത്തിലാണെന്നുള്ള കാര്യം അവൻ അറിയട്ടെ. ഓ, അറിഞ്ഞിട്ട് ശരിയെന്നാ. നിനക്ക് അത്രയ്ക്കും ധൈര്യം ഉണ്ടെങ്കിൽ ചെന്ന് പറയും. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നീരജിനോട് മാത്രമല്ല, ഈ ലോകത്തോട് മൊത്തം നീ ആ കാര്യം വിളിച്ചു പറയണം. അപ്പൊ എന്റെ മനസ്സിനും ഒരു സമാധാനം കിട്ടും. ഞാൻ എന്താണെന്നുള്ള വലിയൊരു ചോദ്യത്തിന് എനിക്കും ഒരു ഉത്തരം കിട്ടുമല്ലോ. ചെന്ന് പറയേ. ശരിയെന്നാ, നിനക്ക് അങ്ങനെ ചെയ്യുന്നതാണ് സന്തോഷം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെന്ന് പറഞ്ഞേക്കാം. ചന്തു, ഇനി നമ്മുടെ കല്യാണത്തിന് വേണ്ടി എത്ര കാലം വെയിറ്റ് ചെയ്യാം? എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. വർഷങ്ങളായി നമ്മുടെ പ്രേമം തുടങ്ങിയിട്ട്. ഇനി മതി. പ്രണയത്തിന്റെ സീരിയൽ അവസാനിപ്പിച്ച് കല്യാണത്തിന്റെ എപ്പിസോഡ്സ് തുടങ്ങാം. കല്യാണം കഴിക്കും മുൻപ് പെർമനന്റ് ആയി സെറ്റിൽ ആകാൻ ഒരു വഴി ഒത്തു കിട്ടണ്ടേ? അതൊക്കെ ഇനി എപ്പോ കിട്ടാനാ? നമ്മൾ സെറ്റിൽ ആവുന്ന എപ്പോഴാ? കിട്ടിയല്ലോ ഹർഷിണി എന്ന മനോഹരമായ ഒരു വഴി. ആ വഴിയിലൂടെ പോയാ നമ്മുടെ ലൈഫ് സെറ്റിൽ ആകുമെന്ന് ഉറപ്പല്ലേ? ഹർഷിണിയെ മുതലെടുത്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാന്നേ. ചന്തുവിനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. എന്ത് ചെയ്താലും അത് പെട്ടെന്ന് വേണം കേട്ടോ. കാശ് മുഴുവൻ പിഴിഞ്ഞ് അവളെ ചണ്ടിയാക്കിയിട്ട് നമ്മുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ചന്തു, ഏതാ ഈ പെണ്ണ്? അവളെന്റെ ക്ലോസ് ഫ്രണ്ടാ ഹർഷിണി. ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ ഹാളിൽ ഇരുത്തിയ സംസാരിക്കേണ്ടത്. ബെഡ്റൂമിൽ ഇവൾക്ക് എന്ത് കാര്യം? സത്യം പറ ചന്തു, ആരാണ് ഈ പെണ്ണ്? സത്യമാണ് ഹർഷിണി, അവളെന്റെ ഫ്രണ്ടാ. ഇങ്ങനെ ചോദിച്ച നീ പറയില്ല. ഏയ്, ആരാടി നീ? ചന്തുവായിട്ട് നിനക്ക് ഇവിടെ എന്താ കാര്യം? മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? ഈ പീറ പെണ്ണിന് വേണ്ടി നീ എന്നെ തടയുന്നോ? കൺട്രോൾ യുവർ സെൽഫ് ഹർഷിണി. അവളെ വേണ്ടാത്തൊന്നും പറയരുത്. അവൾ എന്റെ ലവറാ. ഇവള് നിന്റെ ലവർ ആണെങ്കിൽ പിന്നെ ഞാൻ ആരാണടാ നിനക്ക്? പറയാം. കാര്യം എന്തായാലും പൊളിഞ്ഞു. ഇനി കഥ മൊത്തം കേട്ട് നല്ലോണം ആസ്വദിച്ചോ. ഇതെന്റെ പെർമനന്റാ, നീ എന്റെ ടൈം പാസ്. അണ്ടർസ്റ്റാൻഡ്? യു ചീറ്റ്. അപ്പൊ നീ എന്നെ ചതിക്കുവായിരുന്നല്ലേടാ? നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ചന്തു. അഴി എണിക്കും നിന്നെ ഞാൻ. എത്ര നിസ്സാരമായിട്ടാ നീ എന്നെ കണ്ടത്. പക്ഷെ എന്റെ ശരിക്കുള്ള രൂപം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. മൈൻഡ് ഇറ്റ്. ഇനിയിപ്പോ എന്താ ചന്തു നമ്മൾ ചെയ്യാ? ഒരു വഴി അടഞ്ഞാൽ എന്താ, പകരം 100 വഴികൾ തുറക്കും. അവൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്.
ലക്ഷ്മേ, മിഥുനേട്ടനും മഞ്ജുരിയും എവിടെ? കാണുന്നില്ലല്ലോ രണ്ടുപേരെ. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴേക്കും എങ്ങോട്ട് പോയി? മിഥുനേട്ടൻ നിക്ക്. അമ്മ വലുതും തരണേ, അത്താഴപക്ഷിക്കാരനാണേ. മേഘനെ, മേഘനെ, പറ്റിയോ? എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ? ഒന്നുമില്ല മിഥുനേട്ടാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചേട്ടാ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല മോളെ, ആ ഭഗവതി മോളുടെ രൂപത്തിൽ വന്ന് ഇപ്പൊ എന്റെ ജീവൻ രക്ഷിച്ചു മോളെ. മോള് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ശവമായിട്ട് ഇവിടെ കിടന്നേനെ. മോക്കെന്നും നന്മ മാത്രമേ ഉണ്ടാവും. മോളും മോളുടെ ഭർത്താവും ഒന്നിച്ച് 100 വർഷം സൗഭാഗ്യവതിയായി ജീവിക്കണം. മോക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഭഗവാന്റെ അനുഗ്രഹം തുണയായിട്ടുണ്ടാവും. എഴുന്നേക്ക്, സൂക്ഷിച്ച്. മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. എന്താ മിഥുൻ, നീ ഡള്ളായിരിക്കുന്ന എന്താ? എനിക്ക് വല്ലതും പറ്റിയ മിഥുനേട്ടനെ സഹിക്കാൻ പറ്റില്ല. നീ പറഞ്ഞ സത്യ മേഘനെ, നിന്നോട് മിഥുൻ അത്രയ്ക്ക് സ്നേഹ. നിനക്കൊരു മുട്ടുസൂചി കൊണ്ടാ പോലും അവന്റെ മനസ്സ് നോവും. നടക്ക്, പോവാ, ബാ. ഇതാണോടാ നിന്റെ ധൈര്യം? നീരജിനോട് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാൻ ചാടിത്തുള്ളി ഇങ്ങോട്ട് വന്നിട്ട് അവസാനം മേഘനെ ഒന്ന് വീണപ്പോഴേക്കും ഓടി അവളുടെ അടുത്തേക്കല്ലേ ചെന്നേ? വീണ്ടും വീണ്ടും നീ അതേ തെറ്റ് ആവർത്തിക്കുക. നിന്റെ മനസ്സ് മുഴുവനും മേഘനയാ. മേഘനയെ വിട്ടുകൊടുക്കാൻ നീ ഒരിക്കലും തയ്യാറാവില്ല. ഐ നോ ഇറ്റ് വെരി വെൽ. മേഘനയ്ക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ മനസ്സ് എന്റെ കൺട്രോളിൽ നിൽക്കാത്ത എന്താ? എന്തുകൊണ്ടാണ് എനിക്കത് സഹിക്കാൻ പറ്റാത്തത്? മഞ്ജരി പറഞ്ഞതുപോലെ എന്റെ മനസ്സ് അറിയാതെ അവളിലേക്ക് തിരികെയാണോ?